കുസൃതി ചോദ്യങ്ങൾ ബൈബിളിൽ നിന്ന് യുവജന പഠനത്തിന് വേണ്ടിയാണ് ഇപ്രകാരം ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആരും ഇതിനെ വിമർശനമായി കാണരുത്. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ലിസിമോൻ. വേഗത്തിൽ ചോദ്യങ്ങളിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: ബേക്കറിയിൽ ഒളിഞ്ഞിരിക്കുന്ന സ്ത്രീനാമം ഏതാണ്? അറിയാവോ? ഒന്ന് ചിന്തിച്ചു നോക്കണേ. ഉത്തരം ഇതാണ് റിബേക്ക. നിങ്ങൾ ചിന്തിക്കും, റിബേക്ക എങ്ങനെയാണ് ബേക്കറിയിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന്. റിബേക്കയിലെ റീ അവസാനം എത്തിക്കഴിഞ്ഞാൽ ബേക്കറി. ഇപ്പോൾ മനസ്സിലായോ? അടുത്ത ചോദ്യം ഇതാണ്: അറുത്തു ചുടുന്നതും എന്നാൽ തിന്നാൻ കൊള്ളാത്തതുമായ ഒരു സാധനം ഏതാണ്? ചിന്തിച്ചേ. നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ഉത്തരം ഇതാണ് ഇഷ്ടിക. ഇഷ്ടിക തീയിൽ ചുട്ടെടുക്കും, എന്നാൽ തിന്നാൻ കൊള്ളില്ല. ഉൽപ്പത്തി 11:3. അടുത്ത ചോദ്യം: പേരിൽ 3 അക്ഷരമുള്ള ഒരു വൃക്ഷമാണ് ഞാൻ. എൻ്റെ പേരിൻ്റെ നടുവിലുള്ള ഒരക്ഷരം മാറ്റിയാൽ കേരളീയർ ഭക്ഷിക്കുന്ന ഒരു ആഹാര സാധനം കിട്ടും. ഏതാണ് ആ സാധനം? ചിന്തിച്ചേ. കിട്ടിയോ? ഇല്ലല്ലോ, ഞാൻ തന്നെ പറയാം. ഇതിൻ്റെ ഉത്തരം ഇതാണ് വൃക്ഷം അലരി, ആഹാര സാധനം അരി. ഇപ്പോൾ മനസ്സിലായോ? ഇടയ്ക്കുള്ള ലാ മാറ്റിക്കഴിഞ്ഞാൽ അരി, ആഹാര സാധനം. അടുത്ത ചോദ്യം ഇതാണ്: എലീമേലേക്കിൻ്റെ കുടുംബത്തിൽ മഹാധനികനായ വ്യക്തി. ഇതിനകത്തൊരു ജീവി ഒളിഞ്ഞിരിപ്പുണ്ട്. ജീവി ഏതാണ്? ചിന്തിച്ചു നോക്ക്, കിട്ടുമോ എന്ന് നോക്കാം. ഓക്കെ, ഞാൻ തന്നെ ഉത്തരം പറയാം. എലി. എലീമേലേക്കിൽ ഒളിഞ്ഞിരിക്കുന്നത് എലി. അടുത്ത ചോദ്യം: പേരിൽ പകുതിയുള്ള പർവ്വതം ഏതാണ്? നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ശകലം സമയം തരികയാണ്. ചിന്തിച്ചു നോക്കണം. കിട്ടുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഉത്തരം ഇതാണ് അരാരാത്ത്. പേരിൽ പകുതി എന്ന് പറയുന്നത് അര എന്നാൽ പകുതി. അടുത്ത ചോദ്യം: കയ്പുള്ള നക്ഷത്രം ഏതാണ്? ഉത്തരം പറയാം, കാഞ്ഞിരം. കാഞ്ഞിരം എന്നാൽ കയ്പാണല്ലോ. വെളിപ്പാട് 8:11. അടുത്ത ചോദ്യം: വളരുന്നതിനനുസരിച്ച് കുറയുന്ന ഒരു വനം ഏതാണ്? ഉത്തരം അറിയാമെന്ന് നോക്കണം. കിട്ടിയാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഉത്തരം ഇതാണ് യൗവനം. അടുത്ത ചോദ്യം: ഇവർ അതത് ദേശത്തിലെ ജാതിയായും കുലമായും ഇതിനകത്ത് ഒരു മരത്തിൻ്റെ പേരുണ്ട്. ഏതാണ്? ചിന്തിച്ചു നോക്കണേ. കിട്ടിയാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഉത്തരം ജാതി. ജാതി നമ്മൾ കുലമായിട്ടൊക്കെ പറയുന്നതാണ് ജാതി. ജാതി ഒരു മരവുമാണല്ലോ. അടുത്ത ചോദ്യം: ഞാൻ കാലടി വയ്ക്കേണ്ടതിന് നീ വിശാലത വരുത്തി, എന്നെ നരിയാണികൾ വഴുതിപ്പോയതുമില്ല. ഇതിനകത്തിലെ ഒരു സ്ഥലപ്പേര്, കേരളത്തിലെ ഒരു സ്ഥലപ്പേരുണ്ട്. അത് ഏതാണെന്ന് പറയാമോ? കിട്ടിയാൽ കമൻറ്റ് ചെയ്യണേ. ഉത്തരം ഇതാണ് കാലടി. 2 ശമൂവേൽ 22:37. അടുത്ത ചോദ്യം: ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഇതിലൊരു സ്ത്രീനാമമുണ്ട്. ഏതാണെന്നറിയോ? വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. ഉത്തരം ഇതാണ് നിർമ്മല. യെഹെസ്കേലിൻ്റെ പ്രവചനം 36:25. അടുത്ത ചോദ്യം: ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഇതിൽ നാം ഫോണിന് ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്. അത് എന്താണ്? കിട്ടിയോ? കിട്ടിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഉത്തരം ഇതാണ് സിം കാർഡ്. സിംഹാസനത്തിൻ്റെ സിം. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ചോദ്യം ഇതാണ്: ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുൻപിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതിലൊരു മത്സ്യത്തിൻ്റെ പേരുണ്ട്. എന്താണെന്ന് കണ്ടുപിടിച്ചൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഉത്തരം ഇതാണ് വരാൽ. ഭൂമി അവരാൽ എന്നുള്ളതിനകത്തെ
ആ മാറ്റിക്കഴിഞ്ഞാൽ വരാൽ. അടുത്ത ചോദ്യം, മൂങ്ങ, വേഴാമ്പൽ, കുടുമച്ചാത്താൻ, നത്ത്, പെരിഞ്ഞാറ. ഇതിലൊരു ചെടി ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൻ്റെ പേര് കണ്ടെത്തിയൊന്ന് കമൻ്റ് ചെയ്തേക്കണേ. ഉത്തരം ഇതാണ്, വേഴാമ്പൽ എന്നുള്ളതിലെ ആമ്പൽ. മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം, ആകയാൽ അരിഷ്ടയും വീഞ്ഞു കുടിക്കാതെ ലഹരി പിടിച്ചവളുമായുള്ളവ ഇത് കേട്ടുകൊള്ളുക. ഇതിലൊരു പുരുഷനാമവും നാം കഴിക്കുന്ന ഒരു വസ്തുവുമുണ്ട്. അറിയാമെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ച് കമൻ്റ് ചെയ്തേക്കണേ. ഉത്തരം ഇതാണ്, പുരുഷനാമം ഹരി. ലഹരി എന്നുള്ളതിലെ ഹരിയും കഴിക്കുന്ന വസ്തു അരിഷ്ടത എന്നതിലെ അരിയും. യെശയ്യാവ് 51:21. അടുത്ത ചോദ്യം, അതിൻ്റെ അസ്ഥികൾ ചെമ്പുകുഴൽ പോലെയും എല്ലുകൾ ഇരുമ്പടി പോലെയും ഇരിക്കുന്നു. ഇതിൽ ഒരു ജയിലുണ്ട്. കിട്ടിയോ? കിട്ടിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ. ഉത്തരം ഇതാണ്, ഇരുമ്പഴി. ഇരുമ്പഴി എന്നാൽ ജയിൽ. യെശയ്യാവ് 40:18. അടുത്ത ചോദ്യം, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ചുട്ടുകളയുന്നു. ഇതിലൊരു തൈലത്തിൻ്റെ പേരുണ്ട്. കിട്ടിയാലൊന്ന് കമൻ്റ് ചെയ്തേക്കണേ. ഉത്തരം ഇതാണ്, കോടാലി. കോടാലി തൈലം കേട്ടിട്ടില്ലേ? ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ കൊണ്ടുവരുന്ന തൈലമാണ്. മത്തായി 3:10. അടുത്ത ചോദ്യം, മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കുവാൻ പോയ എൻ്റെ പേരിനുള്ളിൽ ഒരു ജീവിയുണ്ട്, ഭാഗ്യവുമുണ്ട്. എൻ്റെ പേര് പറയുക. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ. ഉത്തരം ഇതാണ്, എലിമേലേക്ക്. ജീവി എലി. മേലേക്ക് എന്നുള്ളതിലെ ലക്ക്, ഭാഗ്യം. രൂത്ത് 1:2. അടുത്ത ചോദ്യം, ബൈബിളിൽ ഉടനീളം പരിശോധിച്ചാൽ പല സ്ഥലത്തും എൻ്റെ പേര് കാണുവാൻ കഴിയും. എനിക്ക് മലയാളത്തിൽ 2 അക്ഷരം മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷിൽ 4 അക്ഷരവുമുണ്ട്. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ അക്ഷരം നോക്കിയാൽ ഇല്ല എന്ന അർത്ഥം വരും. അതുപോലെ ഇംഗ്ലീഷിലെ ആദ്യത്തെ 2 വായിച്ചാലും ഇല്ല എന്ന അർത്ഥം കിട്ടും. എങ്കിൽ എൻ്റെ പേര് പറയാമോ? ക്ലൂ ഇതാണ്, ഉൽപ്പത്തിയിൽ എൻ്റെ പേര് ആരംഭിച്ചു. ഉത്തരം കിട്ടിയ കമൻ്റ് ചെയ്യണേ. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഉത്തരം ഇതാണ്, നോഹ. നോഹ എന്നത് മലയാളത്തിൽ വായിക്കുമ്പോൾ നോ, അത് ഇംഗ്ലീഷിൽ ഇല്ല എന്നും, നോഹ എന്നതിൻ്റെ ഇംഗ്ലീഷിലെ ആദ്യത്തെ 2 അക്ഷരം എന്നോ, നോ, അതും ഇല്ല എന്ന് അർത്ഥം വരും. ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.